ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ മാംഗോ ലസ്സി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നല്ലോണം പഴുത്ത മാങ്ങ എടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങക്കഥ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുന്ന ടൈമിൽ നല്ലോണം പഴുത്ത മാങ്ങ അല്ലെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്കത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഞാനിവിടെ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണം, കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാങ്ങയുടെ എണ്ണം കൂട്ടിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന മാങ്ങക്ക് അതിന് അനുസരിച്ചും അതുപോലെ തന്നെ ഒരു മാങ്ങയുടെ മധുരത്തിനനുസരിച്ചും വേണം ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാൽ ഒരുപാടൊന്നും വേണ്ട. പിന്നെ തൈര് ഒരു 3/4 കപ്പോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് കേട്ടോ. ലസ്സിക്ക് കൂടുതലായിട്ടും തൈരല്ലേ വേണ്ടത്. അപ്പോൾ തൈര് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കയാണ് കേട്ടോ. ചെറുതായതുകൊണ്ടാണ് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാനിവിടെ ഐസ് ക്യൂബ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഈ ഒരു ലസ്സി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു പുതിനയിൽ അതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ല. അപ്പോൾ ഇതുപോലത്തെ ഈസിയായ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്